ഞാനിന്ന് നിൽക്കുന്നത് ചാലിയം ഹാർബറിലാണ്. ഇവിടെയാണ് ഫിഷൊക്കെ ബോട്ടിൽ വന്നിട്ട് ഇവർ കൊണ്ടുവയ്ക്കുക. ഇവിടെ നിന്നാണ് ആൾക്കാർ ലേലൊക്കെ എടുത്ത് ഫിഷ് കൊണ്ടുപോവുക. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ 2 തുരുത്തിലെ കാഴ്ചകളാണ്. ഓക്കെ, അവിടെ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ, ഞാൻ അക്കരക് ഭവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 1400 രൂപയ്ക്കാണ് അവർ ലേലം ഉറപ്പിച്ചിട്ടുള്ളത്. അത് അടുത്തൊരു ബോട്ടും വരുന്നുണ്ട്. നമുക്ക് അവരുടെ സിറ്റുവേഷൻ എന്താ നോക്കാം. ഇവരുടെ കയ്യിൽ വലിയ മീനുകൾ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ അവർ ഇവിടെ ഇറക്കാതെ അതിനപ്പുറത്തൊരു കടവുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർബറുണ്ട്, അവിടെ പോയി ഇറക്കും. ഇവിടെ ചെറിയ മീനുകൾ മാത്രമേ ഇവിടെ വയ്ക്കുന്നുള്ളൂ. ഇതവർ ഇതൊരു സ്പെസിഫിക് മീനല്ല കേട്ടോ, അത് കുറേ പല ടൈപ്പുകളുള്ള മീനുകളുണ്ട്. അത് കുറച്ച് വലുതല്ലേ. ഇപ്പോൾ അത് ഏകദേശം 1500 രൂപയ്ക്കാണ് ഇപ്പോൾ വന്ന മീൻ വിറ്റത്. ഞങ്ങളിനി സജാദ് വരുന്നുണ്ട്, അവൻ്റെ കൂടെയാണ് നമ്മൾ ആ ബോട്ടിൽ അവിടേക്ക് പോകുന്നത്. എങ്ങനെ കയറുക? അപ്പോൾ ഞങ്ങൾ സജാദിൻ്റെ കൂടെ ബോട്ടിൽ കയറി. ഓക്കെ, ഈ കാണുന്നത് പണ്ടത്തെ ഒരു ഫിഷിംഗ് ബോട്ടാണ്. ഇവിടെയാണ് പണ്ട് അവർ പണിക്കുള്ള സാധനങ്ങളൊക്കെ, കൊട്ട, അങ്ങനത്തെ കുറേ ടൂൾസൊക്കെ വയ്ക്കുന്ന സ്ഥലമാണത്. ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ വലിയ ബോട്ടുകളില്ലേ, ആ വലിയ ബോട്ടുകളിൽ ഫിഷ് ഇതിലോട്ട് ഇറക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് അവർ ഹാർബറിലോട്ട് വരിക. കാരണം ആ വലിയ ബോട്ടുകൾ ഇങ്ങോട്ട് അടുക്കില്ല. അപ്പോൾ അതിനാണ് ഈ ബോട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സജാദ് ഞങ്ങൾ ആ തുരുത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ബോട്ടിലാണ്. പോയി നോക്കാം. നമ്മൾ ആദ്യം പോകുന്നത് ഉരുവുള്ള ആ തുരുത്തിലോട്ടാണ്. കാര്യം അത് നമ്മുടെ റൈറ്റ് സൈഡിലായതുകൊണ്ട്, അത് വലുതായതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ലൈറ്റിൽ, ഏകദേശം ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ 5:30. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഒന്ന് കവർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നാളെ പുറത്തിറങ്ങുന്നതാണ് അവർ പറയുന്നത്. ഏകദേശം പണി എല്ലാം കംപ്ലീറ്റ് ആയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ന്യൂസ്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. എന്തായാലും ബോട്ട് ഡെക്ക് പോരാണ്ട് ഞങ്ങളിവിടെ ഇറങ്ങി നടന്നു പോവുകയാണ്. ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉരുവിനെ പറ്റി. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ചെറിയ തമ്മിൽ ഞാൻ താഴത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഉരുവിൻ്റെ വീഡിയോയിൽ കയറി ഇതിൻ്റെ ഉത്ഭവം, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിന്ന് അകത്തിട്ട് കയറാൻ നോക്കുന്നില്ല, പുറത്തുനിന്ന് നോക്കുന്നേ ഉള്ളൂ. ഈ ഒരു തുരുത്തിലായതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു ഉരുവിനെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അടിയിൽ അവർ നീറ്റിലോട്ട് അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടത് വെള്ളത്തിലെത്തും. നിങ്ങൾക്ക് കാണാൻ കഴിയും അടിയിൽ ഇവിടെ വലിയ 2 ബ്ലോക്കുകൾ വെച്ചിട്ട് അടിയിൽ നമ്മളുടെ റോളേഴ്സ് വെച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാണാൻ കഴിയാതെ ഇവിടെ ഇതെല്ലാം ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ശരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിനെ കൊച്ചി വരെ ഡക്ക് ബോട്ടിൽ കെട്ടി വലിച്ച് കൊണ്ടുപോകും. ഓക്കെ, അവിടെ നിന്നാണ് അവർ ശരിക്കുള്ള എൻജിൻ വെച്ച് ഇതിനെ UAE-ലോട്ടോ ഖത്തറിലോട്ടോ എങ്ങോട്ടോ വെച്ചാൽ കൊണ്ടുപോവുക. നമ്മൾ എൻജിൻ കൊച്ചി വെച്ചാൽ ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്ത് പോകുന്ന 2 ഡ്രൈവിംഗ് മെക്കാനിസംസ് ഇതാണ് ഇതിൻ്റെ പ്രൊപ്പല്ലർ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 7 അടി ഉള്ളോട്ട് ഇതിൻ്റെ ഷാഫ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ചുക്കാൻ. ഇതിൻ്റെ അതായത് ഗ്ലൈഡർന്നോ ചുക്കാൻ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, ഇതാണ് തിരിക്കുമ്പോൾ ഈ ഉരുവിൻ്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇത് കാണാൻ മോള് വരെ ഉണ്ട് ഇതിൻ്റെത്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം വെള്ളം തന്നെയായിരിക്കും. പെയിൻ്റ് അടിച്ച ഭാഗം കാണുന്നുണ്ട്, വെള്ള. ആ വെള്ള വരെയായിരിക്കും ആവറേജ്ലി ഈ ബോട്ടിൻ്റെ വെള്ളം കിടക്കുക. അതിന് മുകളിൽ ലോഡ് വരുമ്പോഴേ താവുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു മാർക്ക് ചെയ്യും 1 feet 2 feet 3 feet എന്ന്. ശരിക്ക് വെള്ളത്തിൽ എപ്പോഴും കിടക്കുന്ന ഭാഗത്താണ് ഇവർ ഈ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് അല്ലെങ്കിൽ മട്ടി എന്ന് പറഞ്ഞ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പം അധികം മരം കേടാവാതിരിക്കാൻ ഇത് ബോട്ടിനെ ഹെൽപ്പ് ചെയ്യും. കാരണം എപ്പോഴും ഇത് ഒരു വെള്ളത്തിന് പുറത്തേക്ക് എടുത്ത് ക്ലിയർ ആക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം അവർ എപ്പോഴും പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു ബോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്കിത് എങ്ങനെ ഇറക്കുന്നതെന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം 2 സൈഡിൽ 2 ഗൈഡ്സ് ഉണ്ട്, അതിലൂടെ റോളേഴ്സ് ഉണ്ട്, അതിലൂടെ ഇങ്ങനെ വരും. പക്ഷേ ഇതിനെ ഈ കായലിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളികൾ കാണുന്നില്ലേ, ഇതാ ഒരു പോർഷൻ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് ഈ പുള്ളിയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പുള്ളിയിലെ കമ്പി ഈ ഖലാസികളുടെ ഈ ഒരു മെക്കാനിസത്തിലോട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ ഈ സാധനം ആക്ച്വലി ഓൾറെഡി അവിടെ 2 ആങ്കർ വെച്ചിട്ട്
അവിടെ ആങ്കർ വെച്ച് ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പി ടൈറ്റ് ആകും, ഈ സ്റ്റീൽ വയർ അല്ലെങ്കിൽ കമ്പി ടൈറ്റ് ആകും. അതിനനുസരിച്ച് ഈ ബോട്ട് പതിയെ ഈ വെള്ളത്തിലോട്ട് വരും. അങ്ങനെയാണ് ഇവർ നീറ്റിലിറക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗമായിരിക്കും മിക്കവാറും വെള്ളത്തിലോട്ട് ഇറങ്ങുക. കാര്യം അങ്ങനെയാണ് അതിനെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഓൾറെഡി അവർ ഉണ്ടാക്കുമ്പോഴേ മുൻഭാഗം അങ്ങോട്ടായിരിക്കും. ഞാൻ നേരത്തെ അവിടെയും ശ്രദ്ധിച്ചു, മുൻഭാഗം എപ്പോഴും അങ്ങോട്ടായിരിക്കും, ബാക്കായിരിക്കും വെള്ളത്തിലോട്ട് ആദ്യം ഇറങ്ങുക. ഇവിടെ 2 ചെറിയ ഒരു മാതൃകയിലുള്ള ബോട്ടും ഞങ്ങൾ കണ്ടു. ഓക്കെ, എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. ഇതിൻ്റെ സ്കെയിൽ വളരെ കുറവാണ്. ഇത് ആ ഒരു എന്താണ് പറയുക, ആ ഒരു പൈതൃകം കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്നതായിരിക്കണം. നമ്മളിപ്പം ഈ ഉരുവുള്ള സെയിം തുരുത്ത് തന്നെയാണ്. ഇതിനെ കാട്ടാത്തുരുത്ത് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ഏകദേശം 7 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ കഴിയും, അതിങ്ങനെ ചുറ്റും കാണാൻ കഴിയും. തുരുത്തിന് ചുറ്റും വെള്ളത്തിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ആ ചുറ്റുമുള്ള പോർഷനുകളിൽ ഏറ്റവും വീതി കുറഞ്ഞ ഏരിയയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മേജർ യാത്രാമാർഗം എന്ന് പറയുന്നത് ആ കടവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ഏറ്റവും കുറവ്. ഇതിന് ചുറ്റുമുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ബോട്ടാണ് അവർ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതായത് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ കെട്ടിയിടും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കെട്ടിയിടും. അങ്ങനെ ആയിരിക്കാം ഉണ്ടായിരിക്കുക. അതായത് കറക്റ്റായിട്ട് സുഗമമായ ഒരു യാത്രാ മാർഗം ഇവർക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളത് അവിടെ നിന്നാണ് കയറിയത്. ഓക്കെ, അവിടുന്ന് കയറി നമ്മൾ നേരെ കുറച്ച് മുന്നോട്ട് പോയി. അവിടെയാണ് നമ്മൾ ബോട്ട് വെച്ചത്, അവിടെയാണ് ഉരുവിൻ്റെ പൊസിഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്ന് ഈ ഒരു എൻഡിലെത്തി. ഇപ്പം നിൽക്കുന്ന ആ കാണുന്നതാണ് പഴയ ഒരു ബോട്ട് നന്നാക്കുന്ന സ്ഥലം. നമുക്ക് കാണാൻ കഴിയും. അവിടെ അതിനപ്പുറത്ത് ചെറിയൊരു ടൂറിസ്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഭാവിയിൽ നല്ലൊരു പ്രൊജക്റ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് നമ്മൾ കയറിയ ചാലിയം ഹാർബർ. ഓക്കെ, ഈ ഡ്രോൺ ഷോട്ടിൽ കാണുന്ന താഴത്തുള്ള ഏരിയ നമ്മളുടെ വലിയ കാക്കാത്തുരുത്താണ്. അപ്പുറത്ത് മുകളിൽ കാണുന്ന ഭാഗം മെയിൻലാൻഡാണ്. അതിന് ഇടതുവശത്തായിട്ട് ഇപ്പോൾ വരുന്ന ഭാഗം ചെറിയ കാക്കാത്തുരുത്താണ്. നമുക്കതിൻ്റെ സൈസ് കാണാൻ പറ്റും, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ചാലിയാറ് കടലിലേക്ക് ഒഴുകി വരുന്ന ഭാഗവും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ വലതുവശത്ത് ചാലിയവും ഇടതുവശത്ത് ബേപ്പൂരുമാണ്. ഇവിടെ ബേപ്പൂരിൻ്റെ ഹാർബറും ഷിപ്പ് യാർഡൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ കഴിയും. നമ്മളുടെ ഡ്രോൺ ഒരു 360 ഷോട്ട് എടുത്തു. മുകളിൽ അറബിക്കടലിൽ ബേപ്പൂർ, ചാലിയം കടൽപ്പാലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളങ്ങനെ ആ കാക്കാത്തുരുത്ത് നിന്ന്, വലിയ കാക്കാത്തുരുത്ത് നിന്ന് ചെറിയ കാക്കാത്തുരുത്തിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ബോട്ട് ക്ലീൻ ചെയ്യുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ പൊതുവേ മീനുകളില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ബോട്ടുകൾ നമുക്ക് കടപ്പുറത്ത് തന്നെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കറങ്ങിയിട്ടാണ് ഇപ്പോൾ, ബാക്കിലാണ് ഇപ്പോൾ വലിയ കാക്കാത്തുരുക്ക്, കറങ്ങിയിട്ടാണ് നമ്മൾ ഇനി ആ ഭാഗത്തോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള സ്പീഡ് ബോട്ടാണ് ആ കാണുന്നത്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയാമല്ലേ. ഞാൻ കടലുണ്ടി, കണ്ടൽക്കാടുകളെ പറ്റിയും അതിൻ്റെ ടൂറിസം സാധ്യതകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത്രയും തന്നെ ഭംഗിയുള്ള ഒരു സ്പേസാണ് ഈ ഒരു ഏരിയയും. ഏകദേശം 9 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ രാമനാട്ടുകരയിൽ നിന്ന് ഇങ്ങോട്ട്, ഈ ചാലിയം കടപ്പുറത്തേക്ക്. നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത്. ടൂറിസം ഭയങ്കര ഡെവലപ്ഡായി വരുന്നത് തന്നെ കാണുന്നുണ്ട് ആ ബോട്ടുകളെ കാണുമ്പോൾ. ഇപ്പോൾ നമ്മളിതാ ഈ ചെറിയ തുരുത്തിലോട്ടാണ് പോകുന്നത്. പണ്ട് ഇവിടെ കുറച്ചധികം വീട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ 2018 പ്രളയത്തിന് ശേഷം ഇപ്പോൾ 1-2 വീട്ടുകാർ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. ആ വീടിനപ്പുറമാണ് നമ്മളുടെ ബോട്ട് എത്തിയിട്ടുള്ളത്, ഈ ചെറിയ കാക്കാത്തുരുത്തിലോട്ടുള്ള. കാക്കാത്തുരുത്ത് നിന്ന് പേര് വരാൻ തന്നെ കാരണം ഈ കാക്കകളുടെ അതിപ്രസരം തോന്നുന്നു. മുകളിൽ മൊത്തം കാക്കകളാണ് ചുറ്റും. ഇതാണ് മെയിൻ ചാലിയാർപ്പുഴ. ഫറോക്ക് എടവണ്ണപ്പാറ ആ വഴിക്ക് പോകുന്ന ചാലിയാർപ്പുഴ വരുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലിയാർ വരുന്ന വഴിയാണ് ആ കാണുന്നത്. ഓക്കെ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോമൺവെൽത്ത് ടൈൽ ഫാക്ടറിനെ പറ്റി. ആ ടൈൽ ഫാക്ടറിയുടെ പോക്കുകളിലാണ് ആ കാണുന്നത്, ദൂരത്ത് ആ ലൈറ്റഡ് ബോട്ടിന് ബാക്കിൽ കാണുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതും കാണാൻ നോക്കുക. അപ്പം ഞാൻ 2-3 കാര്യങ്ങളും പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് ആ കാണുന്ന ലൈറ്റഡ് ബോട്ട് വരുന്ന സ്ഥലമാണ് ബോട്ട് ജെട്ടി. ഓക്കെ, അതായത് ബേപ്പൂർ ബോട്ട് ജെട്ടി. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്ന് നമുക്ക് ബേപ്പൂർ ഷിപ്പ് യാർഡ് കാണാൻ കഴിയും. ഇത് ആ പോകുന്ന ഷിനു ബോട്ടിന് തൊട്ട് പിന്നിലാണ് ഷിപ്പ് യാർഡ്. അതിന് കുറച്ച് മുൻപായിട്ട് നമുക്ക് ബേപ്പൂർ ജങ്കാ സർവീസ് തുടങ്ങുന്ന സ്ഥലം കാണാൻ കഴിയും. നേരെ അത് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ചാലിയം ജങ്കാറിൻ്റെ പൊസിഷൻ കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും, വെള്ള ജങ്കാർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. നിങ്ങൾക്ക് ബാക്കിൽ കാക്കകളുടെ കുറുകൽ കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ദ്വീപുകൾക്ക് കാക്കാത്തുരുത്ത് എന്ന് പേര് വന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ വൈറ്റിഷ് പെയിൻറ്റ് പോലെ കാണുന്നതെല്ലാം കാക്കകളുടെ സംഭാവനയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.